ഹൈദരാലിയും ടിപ്പുവും അടക്കിവാണ നാട്. വോഡയാർ കലയുടെയും സംസ്കാരത്തിൻ്റെയും ചരിത്രശേഷിപ്പുകൾ ഉറങ്ങുന്ന മണ്ണ്. കാവേരി തീരത്ത് വിളയുന്ന കൃഷിയും വിനോദസഞ്ചാരവുമാണ് മൈസൂരിനെ ഇന്ന് ഇന്ത്യയുടെ ഭൂപടത്തിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്നത്. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ സ്വന്തം തട്ടകമായിരുന്നു മൈസൂർ ലോക്സഭാ മണ്ഡലം. എന്നാൽ കാവേരി തീരത്ത് ഇന്ന് വിളയുന്നത് ജാതി രാഷ്ട്രീയത്തിൻ്റെ വിത്തുകൾ കൂടിയാണ്. ഇരുപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് കർണാടകയിൽ ആകെയുള്ളത്. ഇതിൽ കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലങ്ങളിലൊന്നായിരുന്നു ഒരു കാലത്ത് മൈസൂർ. 977 മുതൽ 2014 വരെ നടന്ന 11 തെരഞ്ഞെടുപ്പുകളിൽ 8 തവണയും വിജയിച്ചത് കോൺഗ്രസാണ്. 77 തെരഞ്ഞെടുപ്പിൽ HD തുളസീദാസ് ദാസപ്പയിലൂടെയാണ് കോൺഗ്രസ് ഈ തേരോട്ടത്തിന് തുടക്കമിട്ടത്. 84 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ M രാജശേഖരമൂർത്തി മൈസൂർ കോട്ട കാത്തു. തുടർന്ന് 84ലും 89ലും രാജകുടുംബാംഗമായ ശ്രീകാന്തദത്ത നരസിംഹരായ വാടിയാരിലൂടെയാണ് കോൺഗ്രസ് മൈസൂർ നിലനിർത്തിയത്. 96ലും 99ലും ഇദ്ദേഹം തന്നെ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. 98ലാണ് മൈസൂരിൻ്റെ മണ്ണിൽ ആദ്യമായി BJP വിജയക്കൊടി നാട്ടിയത്. CH വിജയശങ്കറിലൂടെയായിരുന്നു BJPയുടെ ഈ വിജയപ്രവേശം. 99ൽ കോൺഗ്രസ് മണ്ഡലം തിരികെ പിടിച്ചെങ്കിലും 2004ൽ വീണ്ടും BJP തിരിച്ചെത്തി. 2009ൽ പക്ഷേ വിജയശങ്കർ കോൺഗ്രസിലെ ആടൂർ H വിശ്വനാഥിന് മുന്നിൽ പരാജയപ്പെട്ടു. 7691 വോട്ടുകൾക്കായിരുന്നു വിശ്വനാഥിൻ്റെ വിജയം. 2014ൽ പക്ഷേ BJPക്ക് മുന്നിൽ ആടൂർ വിശ്വനാഥിന് കാലിടറി. 31,608 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് BJPയിലെ പ്രതാപ് സിൻഹ ഇവിടെ നിന്നും വിജയിച്ചു. മൈസൂർ വോഡയർ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ആ മൈസൂർ ദസറ എന്നുള്ള ആ മൈസൂർ രാജാക്കന്മാരും ആ ജനങ്ങളുമായിട്ടുള്ള പണ്ട് നിന്നുള്ള ബന്ധങ്ങൾ അത് എന്തിനും ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വേണ്ടിയിട്ട്, അതേപോലെ മൈസൂർ KRS ഡാം പോലെയുള്ള സംഗതികളെല്ലാം വേണ്ടി അത് കൃഷിക്കാർക്കും എല്ലാവരും വേണ്ടി അവരെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടായി, സമ്പർക്കം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഷയത്തിലാണ് അവർ വിജയസാധ്യത വന്ന് അതങ്ങനെ നിലനിർത്തി പോയിക്കൊണ്ട് കോൺഗ്രസിൻ്റെ കൃഷ്ണരാജ വോഡയർ മുതലുള്ള ഇങ്ങോട്ടുള്ള 1-2 പേരെല്ലാം അവിടെ നിന്ന് വിജയിച്ചതാണ്. അതിൻ്റെ ശേഷം എന്തായെന്ന് പറഞ്ഞാൽ മൈസൂരിലേക്ക് ഇവർ ഈ കൊടകിനെ സീറ്റ് വിഭജനം വന്നപ്പോൾ ഈ കൊടകിനെ മൈസൂരിലേക്ക് കൂട്ടി. കൊടകിനെ സംബന്ധിച്ചോളം ഒക്കിലിഗൗഡാസിൻ്റെതിനേക്കാൾ കൊടവാസുകൾ ഒരു 80-90% അവർ BJPയോട്ട് ഒരു ടൈപ്പ് ചെയ്തുകൊണ്ടുള്ളതാണ്. അവിടെ ലോക്കൽ മുതലുള്ള ഗ്രാമപഞ്ചായത്ത് മുതലും ജില്ലാ പഞ്ചായത്തുകളും MLA സീറ്റ് എല്ലാ വിഷയത്തിലും അവർ BJPയോട് കൂടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു കാരണത്തോടെ എന്താക്കി കൂടുതൽ BJP വോട്ടേഴ്സുകൾ ഉള്ളതുകൊണ്ട് അതൊരു മൈനസ് ആയിട്ട് കോൺഗ്രസിലേക്ക് വന്നിരുന്നു. 8 നിയമസഭാ മണ്ഡലങ്ങളാണ് മൈസൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 4ഇടത്ത് BJPക്കും 3ഇടത്ത് JDSനും 1ഇടത്ത് കോൺഗ്രസിനുമാണ് മേൽക്കൈ. മടിക്കേരി, വീരാജ്പേട്ട, പെരിയപട്ടണം, ഹുൻസൂർ, ചാമുണ്ടേശ്വരി, കൃഷ്ണരാജ, ചാമരാജ, നരസിംഹരാജ എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് മൈസൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കുടക് ജില്ലയിലെ മടിക്കേരിയും വീരാജ്പേട്ടയും 2009 തെരഞ്ഞെടുപ്പിലാണ് മൈസൂരിനോട് കൂട്ടിച്ചേർത്തത്. BJPക്ക് ശക്തമായ വേരോട്ടമുള്ള ഈ മണ്ഡലങ്ങൾ നേരത്തെ മാംഗ്ലൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു. മടിക്കേരിക്കും വീരാജ്പേട്ടയ്ക്കുമൊപ്പം കൃഷ്ണരാജ, ചാമരാജ എന്നീ മണ്ഡലങ്ങളാണ് നിലവിൽ BJPക്കൊപ്പമുള്ളത്. പെരിയപട്ടണം, ഹുൻസൂർ, ചാമുണ്ടേശ്വരി എന്നിവ JDSനെ പിന്തുണയ്ക്കുമ്പോൾ നരസിംഹരാജ മണ്ഡലം മാത്രമാണ് കോൺഗ്രസിനൊപ്പമുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത മണ്ഡലങ്ങളിലൊന്നാണ് ചാമുണ്ടേശ്വരി. കോൺഗ്രസ് നേതാവും അന്നത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന സിദ്ധരാമയ്യ പരാജയപ്പെട്ട മണ്ഡലം എന്ന നിലയിലായിരുന്നു ഇത് വാർത്തകളിൽ നിറഞ്ഞത്. 1983 മുതൽ 2008 വരെ സിദ്ധരാമയ്യയുടെ സ്വന്തം മണ്ഡലമായിരുന്നു ചാമുണ്ടേശ്വരി. എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വരുണ മണ്ഡലത്തിലേക്ക് കളം മാറി. രണ്ടാം വരവിൽ 30,000-ലധികം വോട്ടുകൾക്കാണ് സിദ്ധരാമയ്യ GT ദേവഗൌഡയോട് പരാജയപ്പെട്ടത്. കർണാടകയിൽ പക്ഷേ കാര്യങ്ങൾ ഇത്തവണ പഴയതുപോലെയല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ JDS കോൺഗ്രസ് സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ മൈസൂരിലടക്കം BJPക്കെതിരെ ശക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് JDS സഖ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേരിതിരിഞ്ഞ് മത്സരിച്ച കോൺഗ്രസും JDSും തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യകക്ഷി സർക്കാർ രൂപീകരിച്ചു. ഈ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടരുന്നത് ഇരുവർക്കും ഏറെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. കാരണം തെള്ളി യോജിച്ചില്ലേ നമ്മൾ വോട്ട് ഡിവൈഡ് ആയി കഴിഞ്ഞാൽ ഈ 38,000 78,000 വോട്ടിൻ്റെ ഡിഫറൻസ് വരും.
അപ്പോൾ ഇപ്പം നമ്മൾ യോജിച്ചിട്ടാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ നമ്മൾക്ക് ഏറ്റവും ഷുവർ സീറ്റാണ് ഈ മൈസൂർ സീറ്റ്. എന്നാൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയ സഖ്യത്തെ ജനം അംഗീകരിക്കില്ലെന്നാണ് BJPയുടെ അവകാശവാദം. JDSും കോൺഗ്രസും ഒന്നിച്ച് ഒരു BJPനെ ഭരിക്കാൻ വിടാൻ പാടില്ല എന്നുള്ള ഒരു സഖ്യമാണ് അവർ ചെയ്തുകൊണ്ട് ഇന്ന് സ്റ്റേറ്റിൽ ഭരിച്ചുകൊണ്ടുള്ളത്. പക്ഷെ അത് അധികകാലമൊന്നും നീണ്ടുപോകില്ല. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഒരു 2 സഖ്യങ്ങളും സീറ്റിന് വേണ്ടിയിട്ട് തമ്മിൽ അടികൂടുന്ന ഒരു ലക്ഷണം കാണുന്നത്. ഈ ഇപ്പോൾ കർണാടകയിൽ നടക്കുന്ന ഗവൺമെൻറ് തട്ടിക്കൂട്ടിയുണ്ടായ ഒരു ഗവൺമെൻറ്റാണ്. ഇവർ ഈ ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രം ഈ തട്ടിക്കൂട്ടി ചെയ്ത ഗവൺമെൻറ്റാണ്. ഏത് കാരണവശാലും ഇവർ കേന്ദ്രത്തിൽ അധികാരം പിടിക്കാൻ പറ്റില്ല. അതുമല്ല, ഈ കൊടക് മൈസൂർ BJPൻ്റെ കോട്ടയാണ്. ഈ കോട്ടയെ തകർക്കാൻ ഒരു കാലത്തും പറ്റില്ല എന്ന് പറയും. ദേശീയ സംസ്ഥാന രാഷ്ട്രീയങ്ങൾക്കൊപ്പം നിരവധിയായ പ്രാദേശിക വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ മൈസൂർ മണ്ഡലത്തിൽ സജീവ ചർച്ചയാകും. കാവേരി നദീജല തർക്കവും ദളിത് കാർഷിക മേഖലയിലെ പ്രതിസന്ധികളുമാണ് ഇതിൽ മുഖ്യം. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളും നോട്ടു നിരോധനവും പുൽവാമ ഭീകരാക്രമണവും അടക്കമുള്ള നിരവധി വിഷയങ്ങൾ കോൺഗ്രസും JDSും ഈ തെരഞ്ഞെടുപ്പിലും ഇവിടെ ഉയർത്തുന്നുണ്ട്. ആർക്ക് സൂരില്ല സൂര് കൊടുക്കണം, ആർക്ക് തിന്നാനില്ല അയാൾക്ക് തിന്നാനുള്ളത് കൊടുക്കണം, ആർക്ക് ഉദ്യോഗമില്ല ഉദ്യോഗം കൊടുക്കണം. നമ്മളുടെ എക്കോണമി പറഞ്ഞിട്ട് നമ്മുടെ ആർത്ഥിക വ്യവസ്ഥ ഉണ്ടല്ലോ അവായിട്ട് പിന്നെ ഇമ്പ്രൂവ് ആക്കിയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പിന്നെ നമ്മുടെ ബതുക്കുന്ന ബട്ട് ഇത് കുറച്ച് എത്ര പോകണം, എല്ലാവരും സുഖമായിട്ട് നെമ്മതിയിൽ ബാലോടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മെയിൻ. ഈ ദേശത്തിൽ ഭവിഷ്യ ഇവിടെ ഇത്ര കൊല്ല ഇതിൻ്റെ വിഷയത്തിൽ ചർച്ചയാക്കാനുള്ള കൂട്ടർ ഭാരിക്കന്മി ഭരണ ഇഷ്യൂസ് എന്താ ഇപ്പോൾ ഈ ഇലക്ഷനിൽ ഭരണ ഇഷ്യൂ ഇപ്പോൾ അയാളെല്ലാം പറഞ്ഞു പോകുന്നത് BJP പറഞ്ഞുകൊണ്ട് പോകുന്നത് ഇപ്പോൾ മോദി പ്രൈം മിനിസ്റ്റർ ആയിട്ടേ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഏതാ ഇപ്പോൾ എവിടെ ബാക്കി പറഞ്ഞുകൊണ്ട് പോകുന്ന അയാൾ ഈ ഭവിഷ്യ ഇവിടെ കർണാടക മോനെ കൽബുർഗിക്ക് പോയിട്ടുണ്ട്. എന്താ ഭാഷണം എന്താക്കി അയാൾ ഭാഷണത്തെ ഫസ്റ്റ് പറഞ്ഞത് അയാൾക്ക് പറഞ്ഞാൽ അയാളുടെ ഭയോത്പാദകം ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഉണ്ട് പറഞ്ഞു. പിന്നെ അവിടെ പുൽവാമ അറ്റാക്കിന് പറയും, മോനെ ബാൾക്കോട്ടിന് പറയും, സർജിക്കൽ സ്ട്രൈക്കിൻ്റെ വിഷയത്തിൽ പോയി അതിന് പറഞ്ഞിട്ട് എത്ര വലിയ പ്രമാണത്തിലും ഈ മുമ്പേ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ പറഞ്ഞ പിന്നെ ഇതിനെല്ലാം ആക്കിയെന്ന് പറഞ്ഞിട്ട് അതേ മെയിൻ ഇഷ്യൂ ആയിട്ടേ പുറത്തു. തിന്നാനുള്ളവർക്ക് നമ്മൾ കൊടുത്തിനെ പിന്നെ സൂര്യനിലെന്ന ആൾക്ക് കൊടുക്കേണ്ട വിഷയത്തിൽ, എംപ്ലോയ്മെൻറ്റ് കൊടുക്കേണ്ട വിഷയത്തിൽ, ഡിമോണിറ്റൈസേഷൻ ആണ്ട് എക്കണോമിക്ക് ബയ്യൊക്കെ പോകേണ്ട വിഷയത്തിൽ ആരെങ്കിലും ബാക്കി പറഞ്ഞിട്ട് ആ വിഷയത്തിൽ വോട്ടിടണം. ഇതിനൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും കോൺഗ്രസും JDSും എണ്ണി പറയുന്നു. അരി കൊടുക്കൽ, പിന്നെ ഈ സാധുക്കൾക്ക് ഇന്ദിരാ ക്യാൻറ്റീന്, ഇങ്ങനെ പല കാര്യങ്ങളും സിദ്ധരാമയ്യ ചെയ്തിട്ടുണ്ട്. അതിന് പക്ഷേ പബ്ലിസിറ്റി കുറവായിരുന്നു. പുള്ളി ചെയ്ത കാര്യങ്ങൾക്ക് പബ്ലിസിറ്റി കുറവായിരുന്നു. അതാണ് നമ്മൾ ഏറ്റവും വലിയ ഒരു ആപത്ത്, പബ്ലിസിറ്റി കുറഞ്ഞത്. ഇപ്പോഴുള്ള ഗവൺമെൻറ്റും അതേ പാത തന്നെയാണ് പിന്തുടരുന്നത്. ജനങ്ങൾക്ക് പിന്നെ അഗ്രികൾച്ചറിൻ്റെ കൂട്ടർക്കാട്ടെ, പിന്നെ കാഫി പ്ലാന്റേഷനാട്ടെ, ലേബേഴ്സിനാട്ടെ എല്ലാവർക്കും വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അനുകൂലമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. ഒരു ജാതി പ്രശ്നമോ ഇല്ലെങ്കിൽ വേറെ ഒന്നോ സിദ്ധരാമയ്യ മുതൽ ഇങ്ങോട്ട് ജാതി സ്പർദ്ധ പിന്നെ അങ്ങനത്തെ ഒരു കുലുമാലി അല്ലെങ്കിൽ വയലൻസ് അത് വളരെ കുറവാണ്, ഇപ്പോഴും കുറവാണ്. ഒരു സൗഹാർദ്ദ രൂപത്തിലാണ് ഇവിടെ നീങ്ങുന്നത്. നമ്മൾ ഈ പിന്നെ എൻറ്റയർ കർണാടക സ്റ്റേറ്റ്, വെറും കൂർഗ് മാത്രമല്ല സ്റ്റേറ്റ് മുഴുവനും ആ സ്ഥിതിയിലാണ് നീങ്ങുന്നത്. മുന്നേ കോൺഗ്രസ് ഗവൺമെൻറ് എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ ഗവൺമെൻറ്റും. കാവേരി നദിക്കരയിലുള്ള മണ്ഡലമെന്ന നിലയിൽ കാവേരി നദീജല വിഷയം ഏറ്റവും കൂടുതൽ ചർച്ചയാവുക ഒരുപക്ഷെ മൈസൂർ ലോക്സഭാ മണ്ഡലത്തിലാവും. ഇതിനൊപ്പം കാർഷിക മേഖലയിലെയും ദളിത് മേഖലയിലെയും വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരും. കാവേരി നദീൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ചെലവ് ചെയ്തതിനെ സംരക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം ഇവിടെ കാണുന്നില്ല. ഈ ലോകസഭ ഇതിലത് നടന്നിട്ടില്ല. അതല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കാർഷിക മേഖലകൾ കുരുമുളകും കാപ്പിയും ഒരു വലിയ സ്ഥാനത്ത് നിൽക്കുന്ന 2 കാർഷിക സാധനങ്ങൾ. പക്ഷെ കാപ്പീൻ്റെ വില നിരന്തരമായി ഇടിഞ്ഞുകൊണ്ടിരിക്കും. ഇന്നലെയും കൂടിയും കാപ്പീൻ്റെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാപ്പീൻ്റെ വില ഇടിഞ്ഞാൽ തന്നെ കൊടകിൻ്റെയോ അല്ലെങ്കിൽ മൈസൂരിൻ്റെ പാതിഭാഗത്തെ പ്രദേശങ്ങൾ കുരുമുളകിൻ്റെ വിലയിൽ എങ്ങനെയും ജീവിച്ചു പോകാനുള്ള ഒരു ഇന്ന് കുരുമുളകിൻ്റെ വിലയും വളരെ ഡൗണായി. ഇന്നലെയെന്ന് പിന്നെയും അത് കുറഞ്ഞുകൊണ്ടിരിക്കും. മൈസൂർ കൊടകിൻ്റെ ഒട്ടാകെ ലോകസഭയിൽ നെൽകൃഷി സമ്പൂർണ്ണമായി ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുക. അതിന് ഇടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ട പൈസേൻ്റെ പാതി പോലും വരാതെ നെൽകൃഷി സമ്പൂർണ്ണമായി ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മൈസൂർ കൊടക് പ്രദേശത്തിൽ ഏറ്റവും ജാസ്തി ട്രൈബൽസുകളുള്ള പ്രദേശമായിരുന്നു.
ട്രൈബൽസുകളുടെ അവർക്ക് ഇരിപ്പിട ഇല്ലാത്ത സ്ഥിതികൾ ഉണ്ടാകുന്ന കണ്ടമാനം കുടുംബമുണ്ട്. ഇന്നും അടിമത്തം എന്ന് പറഞ്ഞത് നിലനിൽക്കുന്ന ഒരു ജില്ലയുമായത് കൊടക്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും സിറ്റിംഗ് എം പിയുടെ വികസന പ്രവർത്തനങ്ങളുമാണ് BJPയുടെ പ്രധാന പ്രചാരണായുധങ്ങൾ. കർണാടകയിൽ 28 എം പിമാരുള്ളതിൽ നമ്മളെ കൊടക് മൈസൂർ എം പി കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്ന എല്ലാ പണങ്ങളും തീർത്ത ഒരു എം പി എന്നുള്ള പേരും കൂടിയുണ്ട്. കൊടക് മൈസൂരിലേക്ക് അനവധി കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങൾ വന്നതിന് ഒന്ന് മിനി ഫ്ലൈറ്റ് എൻ്റെ ഒരു ഇത് വന്നതിന്, പിന്നെ മൈസൂരിൽ നിന്ന് കുശാൽ നഗർ വരെ പുതിയ ഒരു ട്രെയിൻ റൂട്ട് ഇന്ന് വരെ ചെയ്യാത്ത ഒരു വികസന പരിപാടിയും ഈ കേന്ദ്ര സർക്കാർ ചെയ്തതിന്. അതുപോലെ തന്നെ ഉജ്ജ്വൽ ഗ്യാസ് കൊടക് മൈസൂരിൽ ഉജ്ജ്വൽ ഗ്യാസ് സ്റ്റേറ്റിൽ വെച്ചിട്ട് 1ാം സ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഈ ലോക്സഭാ മണ്ഡലം കൂടിയാണ് ഇത്. എന്നാൽ MP എന്ന നിലയിൽ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലല്ല, മറിച്ച് സാമുദായിക കലാപങ്ങൾ ഉണ്ടാക്കി അത് വോട്ടാക്കി മാറ്റാനാണ് പ്രതാപ് സിൻഹ എക്കാലവും ശ്രമിച്ചതെന്ന് മറുപക്ഷം ആരോപിക്കുന്നു. പ്രതാപ് സിംഹം BJPൻ്റെ ഒരു നായകനായി ഈ കഴിഞ്ഞ 5 കൊല്ലത്തിൽ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് കൊടകിൻ്റെയോ മൈസൂറിൻ്റെയോ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്ന സമയത്തെല്ലാം അദ്ദേഹം വലിയ പങ്കുവഹിക്കും. അത് ടിപ്പുവിൻ്റെ പ്രശ്നം വന്നപ്പോഴും അദ്ദേഹത്തെ കാണാൻ പറ്റി നമുക്ക്. അതുപോലെ തന്നെ ഉണസൂർ പ്രദേശത്തിലെ ഹനുമാൻ്റെ ഒരു വിഷയത്തിൽ വലിയൊരു വിഷയം വന്നു. അങ്ങനെയുള്ള വർഗീയ കലാപങ്ങൾ വരുന്ന സമയത്തല്ലോ അദ്ദേഹം വളരെ പങ്കുവയ്ക്കും. ആ വർഗീയ കലാപത്തിന് ഇനിയും ജാസ്തി അധികമായതിന് വോട്ട് ബാങ്ക്, ഹിന്ദുത്വ വോട്ട് ബാങ്ക് ആക്കിക്കൊണ്ട് അതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്ന രീതിയിലല്ലാതെ സ്വയം മൈസൂർ ലോകസഭയിലെ ഒരു 5 കൊല്ലത്തിൻ്റെ പ്രതാപ് സിംഹൻ്റെ MP ആയിട്ട് അദ്ദേഹം സാധാരണക്കാരൻ്റെ ജനങ്ങളോടൊപ്പം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. 1.5 ലക്ഷത്തിലധികം വരുന്ന മലയാളി വോട്ടർമാർ മൈസൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ കഴിയുന്ന നിർണായക ഘടകമാണ്. വീരാജ്പേട്ട, മടിക്കേരി, സോമവാർപേട്ട എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മലയാളി വോട്ടർമാരുള്ളത്. മൈസൂർ, ഹുൻസൂർ മേഖലകളിലും മലയാളികൾ ഏറെയുണ്ട്. ജാതി സമുദായ സമവാക്യങ്ങൾ തന്നെയാണ് എക്കാലവും മൈസൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വിധി നിർണ്ണയിച്ചിരുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് തന്നെ ഇത്തവണയും ചർച്ചയാവുന്നത് ഈ ജാതി സമവാക്യങ്ങൾ തന്നെയാണ്. ഒക്കലിംഗ, ലിംഗായത്ത്, കുടവ, കുറുമ്പാസ്, മുസ്ലിം, ബ്രാഹ്മിൺ തുടങ്ങിയ ജാതി സമുദായ സംഘടനകളാണ് മൈസൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏറെയുള്ളത്. ഇതിൽ ഒക്കലിംഗ ഗൗഡർമാരാണ് ഭൂരിപക്ഷം. ഏതാണ്ട് 3.5 ലക്ഷം വോട്ടർമാർ ഈ സമുദായത്തിനൊപ്പമുണ്ട്. പരമ്പരാഗതമായി JDSനൊപ്പമാണ് ഈ സമുദായം നിലയുറപ്പിക്കുന്നത്. കുറുമ്പ സമുദായവും മുസ്ലിം വിഭാഗവും കോൺഗ്രസിനൊപ്പമാണ്. സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അഹിന്ദ എന്ന സംഘടനയും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു. ദളിത് വിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അഹിന്ദ. ലിംഗായത്ത്, കൊടവ വിഭാഗങ്ങളാണ് BJPയുടെ പ്രധാന ശക്തി. ഏറ്റവും മേജറായിട്ടുള്ളത് ഇവിടെ ഒക്കലിഗൗഡാസാണ്. ഒക്കലിഗൗഡാസ് എപ്പോഴും JDSൻ്റെ കൂടെ നിൽക്കൽ, JDS കോൺഗ്രസിൻ്റെ കൂടെയാണ്. പിന്നീടുള്ളതെന്ന് വെച്ചെങ്കിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയും ലിംഗായത്താണ്. ഈ ലിംഗായത്തും ഇവർ JDSന് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഇവരും ഒക്കലിഗൗഡാസും ഒന്നിച്ചു കൂടിയാൽ മൈസൂർ അനായാസം വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റുകളാണ്. അതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് ഈ മൈത്രി ഗവൺമെൻറ് ഈ ഒരു സീറ്റ് എപ്പോഴും കണ്ണുവെച്ചുകൊണ്ട് അതിൻ്റെ ഒരു സീറ്റ് വിഭജനം ഇതുവരെ ആയിട്ടില്ല. നിർണായക ഒരു സ്ഥാനാർത്ഥി നിർക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒക്കലിഗൗഡാസ് BJP, കൊടകലിലെ കൊടവാസും BJPൻ്റെ കൂടെയാണ് മേജറായിട്ട് നിൽക്കുന്നത്. നരസിംഹരാജ, കൃഷ്ണരാജ മണ്ഡലങ്ങളിൽ SDPIക്കും നിർണായക സ്വാധീനമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരസിംഹരാജ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തെത്തിയ SDPI സ്ഥാനാർത്ഥി അബ്ദുൽ മജീദ് 33,284 വോട്ടുകൾ നേടിയിരുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടും പക്ഷേ കർണാടകയിൽ ഇതുവരെയായി JDS കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ മൈസൂർ മണ്ഡലം ഇത്തവണ ആർക്ക് എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. സിറ്റിംഗ് MP പ്രതാപ് സിംഗ് തന്നെയാവും BJP സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾക്ക് കുപ്രസിദ്ധി ആർജിച്ച കർണാടകയിൽ സ്ഥാനാർത്ഥി നിർണയം ഏറെ ശ്രമകരമാണ്. 2 തവണ BJPയെ പ്രതിനിധീകരിച്ച് മൈസൂരിൽ നിന്നും ലോക്സഭയിലെത്തിയ CH വിജയശങ്കർ നിലവിൽ കോൺഗ്രസിനൊപ്പമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട വിജയശങ്കറിന് ഇത്തവണ കോൺഗ്രസ് മൈസൂർ സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് അണിയറ സംസാരം. സീറ്റ് കോൺഗ്രസിനാണെങ്കിൽ വിജയശങ്കർ സ്ഥാനാർത്ഥിയായി എത്തുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. JDSനാണ് സീറ്റെങ്കിൽ പാർട്ടിയിലെ ഒരു വൻ നിര തന്നെ മൈസൂരിലേക്ക് സ്ഥാനാർത്ഥി കുപ്പായം തുന്നി കാത്തിരിപ്പുണ്ട്. സാക്ഷാൽ HD ദേവഗൌഡ മുതൽ തുടങ്ങും ഈ നിര.
പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് എച്ച് വിശ്വനാഥാണ് സാധ്യതാ പട്ടികയിലുള്ള മറ്റൊരു പ്രമുഖൻ. ചാമുണ്ടേശ്വരി MLA GT ദേവഗൌഡയുടെ മകനും യുവജനതാദൾ നേതാവുമായ ഹരീഷ് ദേവഗൌഡയും മൈസൂരിൽ കണ്ണുവെച്ച് കാത്തിരിപ്പുണ്ട്. കൊടക് മൈസൂർ ലോക്സഭാ ക്ഷേത്രത്തിൽ സീറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. JDSന് സീറ്റ് കിട്ടുകയാണെങ്കിൽ JDSൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ എച്ച് വിശ്വനാഥിനെ മത്സരിപ്പിക്കണമെന്ന് അണികൾ എല്ലാവരും പറയുന്നുണ്ട്. അതുപോലെ നമ്മളെ GT ദേവഗൌഡയുടെ മകൻ്റെ പേരും കാണുന്നുണ്ട്. അതുപോലെ JDSൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായ HD ദേവഗൌഡയെയും മത്സരിപ്പിക്കണമെന്ന് JDSൻ്റെ കൊടക് ജില്ലയിലെ പാർട്ടിക്കാരും കഴിഞ്ഞ പ്രാവശ്യം തന്നെ പോയി കണ്ട് ദേവഗൌഡയോട് പറഞ്ഞിരുന്നു. അതുപോലെ എച്ച് വിശ്വനാഥും ചിലപ്പോൾ JDS പാർട്ടിയിൽ നിന്ന് തന്നെ മൂപ്പരെയും ഈ മൈസൂർ കൊടക് ക്ഷേത്രത്തിലേക്ക് ഇടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഈ ഭാഗം വിജയിക്കാൻ നല്ലൊരു കാൻഡിഡേറ്റ് JDSന് സീറ്റ് കിട്ടുകയാണെങ്കിൽ എച്ച് വിശ്വനാഥാണെന്ന് കാണുന്നതുകൊണ്ട് മൂപ്പരെ ഇടാനുള്ള ചാൻസും കാണുന്നുണ്ട്. അതുപോലെ GT ദേവഗൌഡ വളരെ പവർഫുള്ളായ ലീഡറാണ് മൈസൂർ ക്ഷേത്രത്തിലെ. മൂപ്പര മകനെയും ഇപ്രാവശ്യം സീറ്റ് കിട്ടിയാൽ മൂപ്പർക്കും കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ആര് കിട്ടിയാലും സമ്മിശ്ര സർക്കാരായതുകൊണ്ട് JDS മൈസൂർ ഭാഗത്ത് ഇപ്രാവശ്യം വിജയ സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്നാൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഭിന്നതകൾ പരിഹരിക്കാൻ ഇതുവരെ കഴിയാത്തത് മൈത്രി സഖ്യത്തിന് തലവേദനയായിട്ടുണ്ടെന്ന് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. അയാളിനെ കാൽ വലിക്കുന്ന ഇയാളിനെ കാൽ വലിക്കാനുള്ള പണം തന്നെ നിർത്താണ്ട് അയാൾ നേരായിട്ട് ഒത്തായിട്ട് ഇപ്പോൾ JDSക്ക് പിന്നെ കോൺഗ്രസ്ക്കുള്ള പറഞ്ഞാൽ അയാൾ നോക്കണം. അതെ JDS കഴിഞ്ഞ ഇലക്ഷനായിട്ട് 2 കിട്ടിയത്, പാർലമെൻറ്റ് 2 സീറ്റ് കിട്ടിയത്. BJPക്ക് 9 കോൺഗ്രസ് 9 കിട്ടി. 9 12 പോയി. പിന്നെ അയാൾക്ക് BJP അവർക്ക് 10 കിട്ടി. അയാളത് മനസ്സിൽ വെക്കണം. മനസ്സിൽ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ 2 കിട്ടിയാലും നിനക്ക് 12 പോകണോ, ನನಗೆ 15 പോകണം പറയാൻ പാടില്ല. കോൺഗ്രസ് ನನಗೆ കഴിഞ്ഞ 9 കിട്ടിയത്, അതുകൊണ്ട് ನನಗೆ 25 പോകണമെന്ന് പറയാൻ പാടില്ല. ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് പക്ഷേ ഈ ഒരു ഇലക്ഷന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ചേഞ്ച് ആക്കുള്ള ഇലക്ഷൻ, പിന്നെ കർണാടകത്തിൽ ആ ചേഞ്ച് ആക്കുള്ള പരിസ്ഥിതിയിൽ നമ്മൾക്ക് ഈ ഒരു ഫാസിസ്റ്റ് പാർട്ടി പോകണ്ട, ഇതൊരു കമ്മ്യൂണൽ പാർട്ടി പോകണ്ട. ഇത് മെയിൻ പറയണം അയാൾക്ക്. 6 ഇലക്ഷനേക്കാണ് ഈ ലീഡേഴ്സ് ഉണ്ടല്ലേ, ഈ മൈത്രി സർക്കാരത്തുള്ള ലീഡേഴ്സ് ആരുണ്ട്, അത് കോൺഗ്രസ് ആയിട്ട് പിന്നെ JDS ആയിട്ട്. ഫാസിസം പിന്നെ നമ്മളുടെ ഈ ഡിക്റ്റേറ്റോറിയൽ ആറ്റിറ്റ്യൂഡ് ഉള്ളಂಥ ഈ പാർട്ടിനെ നമ്മൾ എഗെയിൻസ്റ്റ് ആക്കണം പറഞ്ഞാൽ അയാൾ എല്ലാം സാക്രിഫൈസ് ആക്കാൻ തയ്യാറിഞ്ഞിട്ട് ഫൈറ്റ് ആക്കിയാൽ ഈ സീറ്റും ಗೆಲುವಾಕು. പിന്നെ കർണാടകത്തിൽ പറയുന്നത് 21 22 സീറ്റ് ಗೆല്ലാനുള്ള അവകാശം ഉണ്ട്. BJPയിൽ സിറ്റിംഗ് MP പ്രതാപ് സിൻഹ തന്നെ 2ാം വട്ടവും മൈസൂരിൽ നിന്ന് ജനവിധി തേടാനാണ് സാധ്യത. 17,23,134 വോട്ടർമാരാണ് നിലവിലെ കണക്കനുസരിച്ച് മൈസൂർ മണ്ഡലത്തിൽ ആകെയുള്ളത്. ഇതിൽ 8,67,893 പേർ പുരുഷന്മാരും 8,55,241 പേർ വനിതകളുമാണ്. ഇതിൽ തന്നെ 2.5 ലക്ഷത്തോളം പേർ പുതിയ വോട്ടർമാരായുണ്ട്. അവസാന നിമിഷം അട്ടിമറികളൊന്നും ഉണ്ടായില്ലെങ്കിൽ മുന്നണി സമവാക്യങ്ങളും വോട്ട് കണക്കുകളും ഇത്തവണ കോൺഗ്രസ് JDS സഖ്യത്തിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ മൈസൂർ മണ്ഡലം നിലനിർത്താൻ ഇത്തവണ BJPക്ക് ഏറെ പണിപ്പെടേണ്ടി വരുമെന്ന് അർത്ഥം. എന്തായാലും മൈസൂരിന്റെ മണ്ണിലെ രാഷ്ട്രീയ യുദ്ധത്തിൽ അന്തിമ വിജയം ആർക്കെന്ന് കാത്തിരുന്നു തന്നെ കാണണം.